ഹലോ, ഇന്ന് നമ്മൾ ഡേ ടു ഡേ ലൈഫിന് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കിച്ചൺ ടിപ്പുകളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് കഴിയും. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. തീർച്ചയായിട്ടും ഇതിൽ ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവും. ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ ആദ്യത്തെ ടിപ്പ്, രാത്രിയിൽ നമ്മൾ കടലയൊക്കെ കുതിരാനായിട്ട് ഇടാൻ മറന്നു പോവുകയാണെങ്കിൽ രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പം ഇങ്ങനെയൊന്ന് ചെയ്താൽ 1 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കടല കുതിർന്ന് കിട്ടും കേട്ടോ. ആവശ്യത്തിനുള്ള കടലയെടുത്ത് നല്ലതുപോലെ 3-4 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം വെച്ച് ചൂടായി വരുമ്പം നമ്മൾ കഴുകിയെടുത്തിരിക്കുന്ന കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടല മുങ്ങി നിൽക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കുക്കറിൽ എടുക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ വൃത്തിയാക്കിയ ചിരട്ടയുടെ പീസ് 1-2 കൂടി ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുക്കറിൻ്റെ മൂടി വെച്ച് നല്ലതുപോലെ നമുക്ക് ക്ലോസ് ചെയ്യാം. വിസിലോട് കൂടിയാണ് കേട്ടോ നമ്മൾ മൂടി വെക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കി 1 മണിക്കൂർ നേരം കഴിഞ്ഞ് കുക്കർ തുറന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ ഇതിലെടുത്തിരിക്കുന്ന കടല നല്ലതുപോലെ കുതിർന്ന് കിട്ടും കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ലഞ്ച് ബോക്സ് റെഡിയാക്കി എടുക്കാം. അതിനുള്ളിൽ നമ്മുടെ കടല കുതിർന്ന് കിട്ടും കേട്ടോ. ഇപ്പം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കുന്നത്. കടല നല്ലതുപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കടലക്കറി വെക്കുന്നത് പോലെ 3-4 വിസിൽ വരുന്നത് വരെ കടല വേവിച്ചെടുത്തതിന് ശേഷം കറി വെച്ചെടുത്താൽ മതി. അടുത്ത ടിപ്പ്, മഴക്കാലമായാൽ കടല, ചെറുപയർ പോലുള്ള ധാന്യങ്ങളിൽ പെട്ടെന്ന് ഉളുമ്പ് വരാറുണ്ടല്ലേ. ഉളുത്തു പോയാൽ ഇത് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകിൽ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇത്തരത്തിലുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള ബോക്സിൽ സൂക്ഷിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെളുത്തുള്ളിയുടെ വേരിൻ്റെ ഭാഗമുണ്ടല്ലോ, ഇത് നമ്മൾ സാധാരണ കളയാറാണ് പതിവ്. ഇത് ഇങ്ങനെയുള്ള ധാന്യങ്ങളുടെ ബോക്സിലിട്ട് അടച്ചു വെക്കുകയാണെങ്കിലും ഇതിനുള്ളിൽ ഉളുമ്പ് വരത്തില്ല കേട്ടോ. മിക്കവർക്കും അറിയാവുന്നൊരു ടിപ്പായിരിക്കും. അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. അതിനായിട്ട് നമുക്ക് ചെറിയൊരു ബോട്ടിലിൻ്റെ അടപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സോപ്പാണ് കേട്ടോ. നമ്മുടെയൊക്കെ വീട്ടിലെ വാഷ് ബേസിൻ്റെ സൈഡിൽ മിക്കവരും സോപ്പായിരിക്കും കൈ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത്. സോപ്പ് പെട്ടിയിലിട്ട് വെക്കുകയാണെങ്കിൽ എപ്പോഴും നമ്മൾ കൈ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് സോപ്പ് പെട്ടെന്ന് അലിഞ്ഞ് തീർന്നു പോകും. അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു കുപ്പിയുടെ അടപ്പ് സോപ്പിൻ്റെ പിറകുവശത്ത് നല്ലതുപോലെ പ്രസ് ചെയ്ത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇത് വാഷ് ബേസിൻ്റെ സൈഡിൽ വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ആ ഒരു വെള്ള നനവ് സോപ്പിലുണ്ടാവില്ല. അതുപോലെ തന്നെ സോപ്പ് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും. അടുത്ത ടിപ്പ്, നമ്മളെല്ലാവരും മോതിരവും വാച്ചും ഒക്കെ ഉപയോഗിക്കുന്നവരാണല്ലേ. കുറേ കാലം നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം ഈ മോതിരം ഇടുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു പാട് വരാറുണ്ട്. അതുപോലെ തന്നെ വിയർത്ത് കഴിയുമ്പം ഈ ഒരു ഭാഗത്ത് നല്ല ചൊറിച്ചിലും ഇറിറ്റേഷനും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് മോതിരം നമ്മൾ ഊരിയതിന് ശേഷം കുറച്ച് പൗഡർ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പാട് നമ്മുടെ കയ്യിലുണ്ടാവില്ല കേട്ടോ. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് വാച്ച് ഉപയോഗിക്കുന്നവരാണെങ്കിലും ഈ ഒരു ഭാഗത്ത് കളർ ചേഞ്ച് വരാതിരിക്കാനായിട്ട് വാച്ച് കെട്ടുന്നതിന് മുമ്പ് കുറച്ച് പൗഡർ ഇട്ട് കൊടുത്താൽ മതി. വിയർത്ത് കഴിയുമ്പോഴുള്ള ആ ഒരു ഇറിറ്റേഷനും മാറിക്കിട്ടും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ഡബിൾ സൈഡ് ടേപ്പും ഇതുപോലെ ഒരു ഐസ്ക്രീം സ്റ്റിക്കും വേണം. ഡബിൾ സൈഡ് ടേപ്പിൽ നിന്ന് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ഡബിൾ സൈഡ് ടേപ്പിൻ്റെ നടുക്ക് വരത്തക്ക രീതിയിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സൈഡിലുള്ള സ്റ്റിക്കർ കൂടി റിമൂവ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും. പൊതുവേ നമുക്ക് ലാപ്ടോപ്പിൻ്റെ ആയാലും ഡെസ്ക്ടോപ്പിൻ്റെ ആയാലും കീബോർഡ് ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കീയുടെയൊക്കെ ഇടയിൽ നല്ല പോലെ ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സ്ലൈഡിംഗ് വിൻഡോസിൻ്റെ ഭാഗങ്ങളിലുള്ള ഡസ്റ്റുകളൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. തംബ്നെയിലിൽ കണ്ടതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കറണ്ട് ബില്ല് നല്ലതുപോലെ കുറയ്ക്കാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പലരുടെയും വീട്ടിലെ ഫ്രിഡ്ജ് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഫ്രീസറിനുള്ളിൽ നിറച്ചും ഐസ് ആയിരിക്കും. ഐസ് ഇതുപോലെ ഫ്രീസറിൽ കട്ട കെട്ടുകയാണെന്നുണ്ടെങ്കിൽ കറണ്ട് ഒരുപാട് ഉപയോഗിക്കും നമ്മുടെ ഫ്രിഡ്ജ്. അത് ഒഴിവാക്കാനായിട്ട് ഫ്രീസർ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ അരമുറി നാരങ്ങയിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ട് നല്ലതുപോലെ പിഴിഞ്ഞ് ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ഫ്രീസറിൽ കട്ട കെട്ടത്തില്ല. ബേക്കിംഗ് സോഡ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഫ്രീസറിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. മിക്കവരും ഫ്രീസറിലായിരിക്കുമല്ലോ നോൺ വെജ് ഐറ്റംസുകളൊക്കെ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലഡൊക്കെ വീണുള്ള സ്മെല്ലൊക്കെ മാറിക്കിട്ടാനും ഈ ഒരു രീതിയിൽ ഫ്രീസർ ക്ലീൻ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കേട്ടോ.
അതുപോലെ ഫ്രിഡ്ജിനുള്ളിൽ ഈ ഒരു രീതിയിൽ മെസ്സി ആയിട്ട് സാധനങ്ങൾ അടുക്കി വെച്ചാലും ഒരുപാട് കറണ്ട് ഉപയോഗിക്കും. എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ സാധനങ്ങൾ ചെറിയ ചെറിയ ബോക്സിൽ നല്ല പോലെ അടുക്കി വേണം സൂക്ഷിക്കാനായിട്ട്. എപ്പോഴും പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഫ്രിഡ്ജ് തുറക്കുന്നവരാണെങ്കിൽ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് ഡോറിൻ്റെ ഭാഗത്ത് വെക്കുകയാണെങ്കിലും നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാനായിട്ട് കഴിയും. ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുന്ന സമയത്ത് പുറത്തുനിന്ന് അകത്തേക്ക് കടക്കുന്ന വായു ഈ ഐസ് ക്യൂബ് ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തണുത്തോളും. അപ്പോൾ ഒരുപാട് കറണ്ട് നമ്മുടെ ഫ്രിഡ്ജ് ഉപയോഗിക്കത്തില്ല. എപ്പോഴും ഫ്രിഡ്ജിനുള്ളിൽ ഒരു മിനിമം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു ഐസ് ക്യൂബ് സഹായിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് വളരെ വെറൈറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകളാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പം വീണ്ടും നമുക്ക് ഇതുപോലെ നല്ല അടിപൊളി ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.